ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മറക്കല്ലേ. അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് കേട്ടോ നടക്കുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ അങ്ങനെയാണ്. അനാമികയാണ് വിവാഹം കഴിക്കുന്നത്. നന്ദുവിനോട് ഇഷ്ടമൊക്കെയാണ്. അതിൽ പക്ഷേ എനിക്ക് നന്ദുവിനോട് ഇഷ്ടമൊന്നുമില്ല, ഫ്രണ്ട്സ് മാത്രമായിട്ടാണ്. പക്ഷേ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് അനിയോട്. നന്ദുവാണ് ഭയങ്കരമായിട്ട് ആ സമയത്ത് വിഷമിക്കുന്നത്. അതേസമയം മലയാളത്തിൽ വന്നപ്പോൾ അനിക്കും നന്ദുവിനെ ഇഷ്ടമാണ്. നന്ദുവിന് അനിയൻ രണ്ടുപേർക്കും പരസ്പരം പ്രണയം തന്നെയാണ്. പക്ഷേ നന്ദുവിനെ അനി വിവാഹം കഴിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെലുങ്കിലും തമിഴിലും ഒക്കെ അങ്ങനെയാണ്. കഥ മുൻപോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം. കാരണം അനാമിക ഇനി അനന്തപുരി തറവാട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അനാമികയെ എടുത്ത് തലയിൽ കയറ്റി വെക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിയും ജാനകിയും ഒക്കെ. പക്ഷേ അവസാനം അവർക്കിട്ട് തന്നെ പണി കിട്ടുകയാണ്. അനാമിക എല്ലാവർക്കിട്ട് നന്നായിട്ട് പണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം എല്ലാ സത്യങ്ങളും അനന്തപുരിയിലുള്ളവരെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴേക്കും അനാമിക ഒരു പെരുങ്കള്ളിയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ജാനകിക്ക് ഉരുകിത്തീരുകയാണ് ചെയ്യുന്നത്. ജാനകിയും ദേവയാനിയും എല്ലാവരുടെയും അഹങ്കാരത്തിൻ്റെ പത്തി ഒടിയും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കിനുമാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിനൊക്കെ ശേഷം നന്ദുവിനെ വിവാഹം കഴിക്കുന്നുമുണ്ട് അനി, ഡിവോഴ്സ് ആയി കഴിഞ്ഞ്. അങ്ങനെയാണ് നമുക്ക് അതിലൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം മലയാളത്തിലും പോകുന്നത്. എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം അതിൽ നിന്നൊക്കെ ഉണ്ട് മലയാളത്തിൽ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നില്ല. അനാമികയുമായി വിവാഹം കഴിയുന്നു. അനാമിക അവിടെ അനന്തപുരിയിലെ മരുമകളായിട്ട് ചെല്ലുന്നു. അപ്പോൾ അനന്തപുരിയിലെ ഏറ്റവും ബെസ്റ്റാണ് അനാമിക, ബെസ്റ്റാണ്, ഏറ്റവും നല്ല ഒരു മരുമകളാണ് എന്ന് ദേവയാനിയും ജലജയും അതുപോലെ തന്നെ ജാനകിയും പറയാണ്. ജാനകിയാണെങ്കിൽ അനാമികയെ പൊന്നുപോലെയാണ് കാണുന്നത് കേട്ടോ. അപ്പം വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ചെറുക്കനും പെണ്ണിനും പാലും പഴവും കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ പാലും പഴമൊക്കെ കൊടുക്കാൻ നയന പാലൊക്കെ എടുക്കാൻ പോകുമ്പോൾ നീ എടുക്കണ്ടെന്നൊക്കെ പറയുകയൊക്കെയാണ് ചെയ്യുന്നത് അവിടെ ജലജ. അത് കഴിഞ്ഞ് നയന പാല് കൊണ്ടുവരും. എല്ലാവരും അനിക്കും അനാമികയ്ക്കും പാലും പഴമൊക്കെ കൊടുത്ത് അവിടെ കയറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തിരിച്ചു പോവുകയാണ്. ഇതിന് ഒക്കെ ശേഷം അവിടെ നയന ഒരു കാര്യം എല്ലാവർക്കുമായിട്ട് പായസം ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നയന പറയാണ്, ഞാനിപ്പോൾ ഉണ്ടാക്കിയ പായസമാണ്, ഒരു നല്ല ദിവസമല്ലേ, ഒരു നല്ല ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും വന്നതല്ലേ, അപ്പോൾ ഈ പായസം കഴിക്കാം, മധുരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നയന എല്ലാവർക്കും പായസം ഉണ്ടാക്കി ഗ്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കൊടുക്കുക. അപ്പോൾ അവർ രണ്ടുപേരും വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് വാങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ അനാമികയ്ക്ക് കൊടുക്കുമ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ പായസമൊന്നും ആരും കഴിക്കേണ്ട കേട്ടോ, ഇവളല്ലേ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ഇവൾ അതെന്തെങ്കിലും പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാവും, അത് അവൾ വിഷമായിരിക്കും ചിലപ്പം കലക്കിക്കൊണ്ട് തരുന്നത്, അതുകൊണ്ട് ഇത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നയനയോടുള്ള പരിഭവം കാണിക്കാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒഴികെയുള്ളവരെല്ലാവരും പായസം കഴിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ, പേടിച്ചിട്ട്. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും അത് കഴിച്ചിട്ട് പറയാണ്, ഇത് നല്ല പായസമാണ്, നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ആദർശ് മുമ്പോട്ട് വരികയാണ്. ആദർശ് നേരെ പോയി നയനയുടെ കയ്യിലിരിക്കുന്ന പായസം വാങ്ങിക്കുകയാണ്, എന്നിട്ട് കുടിക്കുകയാണ്. അപ്പം നയനയ്ക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഈ പായസത്തിന് എന്താ കുഴപ്പം, ഇത് നല്ല സൂപ്പർ പായസമാണ്, നല്ല രുചിയുണ്ട്, അവൾ എൻ്റെ ഭാര്യയാണ്, അവളൊരു പൊടിയും കലക്കിയോ അല്ലെങ്കിൽ ആർക്കും വിഷം ചേർത്തൊന്നും തരികയില്ല, നയന ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ ഇവിടെ ഇത്രയും നാളും എല്ലാവരും കഴിച്ചത്, ഇപ്പം എത്രയോ നാളുകളായിട്ട് നയന ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് വളരെ രുചിയോടെ നല്ല രുചിയുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കഴിച്ചത്. അപ്പം പറയാണ് ജാനകിയോട് പറയാണ്, അല്ലേ ചെറിയമ്മയും അങ്ങനെ നല്ല അല്ലായിരുന്നോ, നയനയുടെ ഭക്ഷണത്തിന് നല്ല രുചിയാണെന്നല്ലേ ചെറിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് മാറിപ്പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഈ പായസം നല്ല അടിപൊളിയാണ്, എല്ലാവരും കഴിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനിയോട് പറയുന്നുണ്ട്, അനി നീ കഴിക്കുന്നു പറയാം. പനി കഴിച്ചിട്ട് പറയാം, അതേ ഏട്ടാ ഇത് നല്ല പായസമാണെന്ന് പറയണം. അപ്പോൾ അത് അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മറ്റുള്ളവരെല്ലാവരും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഴിച്ചിട്ട് പറയണം നല്ല പായസമാണെന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മടിച്ച് കഴിക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആദർശ്, അമ്മേ ഇത് കഴിക്കുക, നയന ഉണ്ടാക്കിയ പായസമാണ്, ഇത് കഴിക്കും, നല്ല ടേസ്റ്റ് അല്ലേ എന്ന് നോക്കുന്നു പറഞ്ഞ് ആദർശ് കൊണ്ട് കൊടുക്കുമ്പോൾ ദേവയാനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയല്ല, ദേവയാനിയും അത് കഴിക്കുകയാണ്. ദേവയാനി കഴിച്ച് കഴിയുമ്പോൾ ജലജ പറയുകയാണ് അബിയോട്, എടാ നീയും കഴിക്കടാ അബി, ഇനി നമ്മളായിട്ട് മാറി നിൽക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇനി ആരെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് അനാമികയും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ പായസം. അങ്ങനെ ആദർശ് എല്ലാവരെയും പേടിപ്പിച്ച് വിറപ്പിച്ച് ആ പായസം കഴിപ്പിക്കുകയാണ്. നല്ല രസമുള്ളൊരു സീനൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാരും മറക്കല്ലേ. താങ്ക്